വെൽക്കം ബാക്ക് റോട്ടോടോക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ട്. 150 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അത് ഈ വീഡിയോയിലുണ്ട്. നിങ്ങളൊരു 100 ലൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ 140 ലൈക്ക് തന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഈസ്റ്റർ ആയിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, DC വേഴ്സസ് ഗുജറാത്തിൻ്റെ ഡൽഹീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ കൊടുക്കാം, കാരണം ആ വീഡിയോ കാണാം. കാരണം മിസ്റ്റർ ബട്ട്ലർ അവിടേക്ക് പോയപ്പോൾ 6 തോക്കണതിൻ്റെ ഒരു കാര്യം ഇമ്പോർട്ടൻസ് വളരെ ഇതാണ്. അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച്? വീണ്ടും സഞ്ജു തോറ്റു. ഒരു 14 വയസ്സായ ഒരു ബാലിനെ കൊണ്ട് പണിയെടുപ്പിച്ചു, പക്ഷെ ജയിച്ചില്ല. നല്ലൊരു മത്സരമായിരുന്നു. കാരണം കഴിഞ്ഞൊരു മത്സരത്തിന്റെ അനുവർത്തനം എന്നുള്ള ആവർത്തനം എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യം. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്തത് LSG ആണ്. അപ്പോൾ നമുക്കറിയാം LSG എടുത്ത സ്കോർ എന്ന് പറയുന്നത് വെറും 180 റൺസാണ്. 180 റൺസ് എന്ന് പറയുമ്പോൾ 2010-12 കാലഘട്ടത്തിൽ മാത്രമാണ് ഒരു ടഫ് സ്കോറായിട്ട് വന്നിട്ടുള്ളത് IPL. ഒരു ഗംഭീര ബോളിംഗ് യൂണിറ്റ് ഇല്ലെങ്കിൽ ഈസിലി നമുക്ക് നിലവിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു സ്കോറാണ് 180 എന്ന് പറയുന്നത്. നമുക്ക് LSGയെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ LSG അറിയാം, അവരുടെ ബോളിംഗ് യൂണിറ്റ് വളരെ വീക്കാണ് കമ്പാരിറ്റീവ്ലി. ഋഗ്വേദ് ഷെതി മാത്രമാണ് അവരൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ കളിയും എക്കണോമിക്കലായിട്ട് ബോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം LSG ആണ് ബാറ്റ് ചെയ്തത്. മാർഷ് വേഗം പുറത്താവുന്നു. അതുപോലെ തന്നെ പൂരൻ, അവരുടെ ഒരു ട്രംപ് കാർഡ് കീ പ്ലെയർ പൂരനും വേഗം പുറത്താകുന്നു. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ പന്തും വലിയ സ്കോർ എടുക്കാതെ തന്നെ അദ്ദേഹം പുറത്താവാണ്. ഒരു അറ്റത്ത് മാർക്കറം ഒരറ്റത്ത് ഉറച്ചു വെക്കുന്നുണ്ടായിരുന്നു അപ്പോലും. അതുപോലെ ആയുഷ് ബഡോണി, അവരുടെ ഒരു പാർട്ട്ണർഷിപ്പാണ് ആ ടീമിനെ ഒരു അത്യാവശ്യം ഭേദപ്പെട്ട സ്കോറിലോട്ട് എത്തിച്ച്. പിന്നെ അവസാന നിമിഷങ്ങളിൽ സമതിൻ്റെ ഒരു ആഞ്ഞടി നമുക്ക് മനസ്സിലാവും. സന്ദീപ് ശർമ്മ പോലത്തെ ഒരു ബോളർക്കെതിരെ 25 മുകളിൽ റൺസ്, ഏകദേശം 28 റൺസ് അങ്ങാണ് സ്കോർ ചെയ്യുന്നുണ്ട് ആ ഒരു ഓവറിൽ, ലാസ്റ്റത്തെ ഒരു ഓവറിൽ. അപ്പോൾ അവിടെ തന്നെയാണ് ഏകദേശം ഒരു 180 എന്ന് പറയുന്ന ആ ഒരു സ്കോറിലോട്ട് എത്തിയത്. അല്ലെങ്കിൽ അതിനും താഴെ ഉള്ളൊരു സ്കോർ ആയാണ്. എന്തായാലും ഋഷഭ് പന്തിൻ്റെ ആ ഒരു ഇൻകൺസിസ്റ്റൻസി എൻ്റയർ സീസണിൽ വളരെ നല്ല രീതിക്ക് എടുത്ത് കാണുന്നുണ്ട്. കളിയെല്ലാം ജയിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഋഷഭ് പന്തിൻ്റെ ആ ഒരു പെർഫോമൻസ് വളരെ ലോ തന്നെയാണ്. പക്ഷെ ആ ആളെടുത്ത റണ്ണിലാണ് ഇന്നലെ ജയിച്ചേക്കുന്നത്. എന്തായാലും എൻ്റയർ ടീം ബാറ്റിങ്ങിൽ അത്യാവശ്യം കുഴപ്പമില്ല. 180 എന്ന് പറയുന്നൊരു സ്കോർ ഒരു ഡീസൻറ്റ് ടോട്ടലാണ്. പക്ഷേ നമ്മുടെ നല്ലൊരു ബോളർ സൈഡ് ഉണ്ടെങ്കിൽ LSG സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നല്ല സ്കോർ എന്ന് പറയാൻ പറ്റില്ല. കാരണം LSGയുടെ ബോളേഴ്സ് ആയിട്ടുള്ള ടാക്കൂർ, അല്ലെങ്കിൽ നമുക്കറിയാം ടാക്കൂറൊക്കെ വളരെ എക്കണോമിക്കലായിട്ട് പന്തെറിയുന്ന ബോളറൊന്നും അല്ല. പക്ഷേ വിക്കറ്റ് ടേക്കറാണ്, എന്നാൽ പോലും നല്ല രീതിക്ക് അടികൊള്ളുന്ന ബോളറാണ്. അങ്ങനെ ആ ഒരു എക്കണോമിക്കൽ ബോളർ ആ ടീമിലില്ല നിലവിൽ. അപ്പോൾ ഈസിലി രാജസ്ഥാൻ എടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. സഞ്ജു ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇന്നലെ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ, കൊച്ചു പയ്യനാണ് ഇന്നലെ ഓപ്പണിംഗ് റോളിൽ എത്തിയത്. ആദ്യ ബോൾ തന്നെ 6 അടിച്ച് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ IPL കരിയർ. അദ്ദേഹം IPL എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും കോമ്പറ്റീറ്റീവായ ക്രിക്കറ്റിൽ തന്നെ ഒരു ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതിലൊരു ആദ്യ പടിയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തെക്കാളും ഒരു 5 വയസ്സ് മൂപ്പുള്ള യശസ്വി ജയ്സ്വാളും കൂടിയിട്ടാണ് ഇന്നലെ ഓപ്പണിംഗ് ഇറങ്ങിയത്. അപ്പോൾ ബാക്കിൽ പന്തും ക്രീസിന് പുറകിൽ വിക്കറ്റിന് പുറകിൽ പന്തും. 3 പേരും 20 വയസ്സിന് മുന്നേ IPL ഡെബ്യൂട്ട് ചെയ്ത താരങ്ങൾ ഇന്നലെ ഒരുപോലെ ഒരേ സമയം ആ ഒരു പിച്ചിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിഷ്ണോയ് ബോൾ ചെയ്യുന്നു. ബിഷ്ണോയും അതുപോലെ യങ് സ്റ്റേജിൽ തന്നെ ഡെബ്യൂട്ട് ചെയ്ത പ്ലെയറാണ്. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയാണ് മൊത്തത്തിൽ. അപ്പോൾ നല്ലൊരു ക്വിക്ക് സ്റ്റാർട്ട് തന്നെ രാജസ്ഥാന് കിട്ടുകയാണ്. സൂര്യവംശി ആയാലും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ ആയാലും അടിച്ച് പറത്ത് വരുന്ന പന്തിനെ. ഇന്നലെ ഏകദേശം 7 ഓവറിൽ 70 റൺസിന് മുകളിലൊക്കെ സ്കോർ എത്തി 10 റൺ റേറ്റിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. സൂര്യവംശി ഔട്ടായിട്ട് പോലും ആ ഒരു അധികം റൺ റേറ്റ് കുറയുന്നില്ല. പരാഗായാലും പിന്നീട് നല്ല രീതിക്ക് ടച്ചായിട്ട് വന്നിട്ടുണ്ട്. അതിനിടയിൽ നിതീഷ് റാണ വേഗം ഔട്ടായി പോയി. എന്നാൽ പോലും പരാഗും ജയ്സ്വാളും കൂടിയിട്ട് ഏകദേശം ഈസിലി ജയിക്കാവുന്നൊരു ലെവലിലോട്ടായിരുന്നു ആ ടീം പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണ് തോറ്റതെന്ന് അറിയില്ല. കാരണം അത്രയും സിമ്പിളായിട്ട് എടുക്കാവുന്നൊരു സ്കോർ, വലിയ ഡെത്ത് ബോളേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ടീമാണ് LSG. പിന്നീട് ആ കളിയെ ഒരു പ്രഷറാക്കി മാറ്റി അവസാനത്തെ ഓവറിലോട്ട് അത് ഒരു 9 റൺ അവസാനത്തെ ഓവറിൽ സിറ്റുവേഷൻ ആക്കി മാറ്റി. അത് ജുറലും ഹെറ്റ്മയറും കൂടി ജയിപ്പിക്കാൻ പറ്റാതെ ആ കളി തോൽപ്പിക്കുകയാണ്. എത്തിയും പറഞ്ഞത് 3 റണ്ണ് തോറ്റു. അപ്പോൾ ആവേശ് ഖാൻ വളരെ മികച്ച രീതി പന്തറിഞ്ഞോളൂ ലാസ്റ്റ് ഓവർ, അത് എടുത്ത് തന്നെ പറയണം. എന്നാൽ പോലും ഇത്രയും കയ്യിൽ നിന്നൊരു കളി കൊണ്ടു കളഞ്ഞൊരു ഇതായിരുന്നു നല്ല രാജസ്ഥാൻ കാണിച്ചത്. പക്ഷെ അവിടെ മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് പ്ലെയറിന്റെ കറക്റ്റ് കുറവാണ് കാണിച്ചത്. അതെ, ഇന്നലെ ഇപ്പോൾ ബട്ട്ലറെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കളി ഇങ്ങനെ ആവില്ല. പക്ഷെ സ്റ്റിൽ അത് അവരുടെ ഒരു ലോവർ ഓർഡറിന്റെ മിസ്റ്റേക്കാണ്. അതായത് ജുറലൊക്കെ ക്രീസിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഹെറ്റ്മയർ ക്രീസിൽ നിൽക്കുന്നു. രാജസ്ഥാനെ ഏറ്റവും ട്രസ്റ്റ് ചെയ്ത് റീറ്റെയിൻ ചെയ്ത 2 പ്ലെയേഴ്സാണ്. ആ 2 പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു അവസരത്തിലുള്ള പ്രകടനം വരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് നല്ല രാജസ്ഥാൻ കളി നോക്കാൻ കാരണം. ഒരു സഞ്ജുവൊക്കെ വളരെ നിസ്സഹായനായിട്ട് അവിടെ മത്സരം കാണുന്നൊരു രീതി. കാരണം നല്ല രീതിക്ക് ബോൾ ചെയ്യുന്നു. 180 പോലത്തെ ഒരു സ്കോറിൽ അവരെ ഒതുക്കുന്നു. നല്ലൊരു ക്വിക്ക് സ്റ്റാർട്ട് നൽകുന്നു ടീമിന്. മിഡിലും അത്യാവശ്യം റൺസ് വരുന്നു. അവസാനം ഈ കളി ജയിപ്പിക്കുക എന്നുള്ളൊരു
ദൗത്യം മാത്രമേ ഉള്ളൂ. 6 ബോളിൽ നിന്ന് 9 റൺസ് മാത്രമാണ് എടുക്കേണ്ടത്. അതും എടുക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കളിയിലും ഈ ഒരു 9 റൺസ് എടുക്കാൻ പറ്റാതെ രാജസ്ഥാൻ തോൽവി അടങ്ങുന്നു. എനിക്ക് തോന്നുന്നു ദ്രാവിഡും അല്ലെങ്കിൽ സഞ്ജു അങ്ങനെ ടീമിൻ്റെ ഒഫീഷ്യൽസിനൊക്കെ ഇന്നലെ വളരെ മോശം ദിവസം തന്നെ ആയിരിക്കണം. ഈ പഴിയൊക്കെ അവർ കേൾക്കേണ്ടി വരും. കാരണം അവരുടെ റിട്ടൻഷൻ അല്ലെങ്കിൽ അവരുടെ ഈ ബാറ്റേഴ്സിനെ ഇറക്കി വിടുന്ന രീതി ഒക്കെ ഇന്നലെ വളരെ ചോദ്യം ചെയ്യപ്പെട്ട് കാണാം. എന്തായാലും എനിവേ ഇത് ഒരിക്കലും ഒരു ശുഭസൂചനയല്ല. രാജസ്ഥാൻ്റെ സാധ്യതകൾ നല്ല രീതിക്ക് മങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടൂർണമെൻറ്റിന് മുമ്പേ തന്നെ പറഞ്ഞ കാര്യമാണ്, രാജസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ സീസൺ അതിന് മുമ്പത്തെ സീസണൊക്കെ ടോപ്പ് 4 ഉറപ്പിച്ച ടീമാണ്, ടോപ്പ് 4 കളിച്ച ടീമാണ്. അപ്പോൾ എന്തായാലും ഈ സീസൺ അവരുടെ റീടെൻഷൻ പരിപാടികൾ കാരണം അവർ ഈ സീസൺ വൃത്തിക്ക് അടിയറവ് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല രാജസ്ഥാൻ്റെ കേസിൽ. എന്തായാലും അവർ ആ ഒരു പ്ലെയർക്ക് ചാൻസ് കൊടുത്തു. 14 വയസ്സുള്ള ഒരു പ്ലെയർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പ്രൂവ് ചെയ്തു. ഇന്നലെ ഏകദേശം 30 മുകളിൽ റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് അദ്ദേഹത്തിന് ആദ്യ ഇന്നിങ്സിൽ തന്നെ. അത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഇൻ്റർനാഷണൽ ബോളേഴ്സ് എറിയുമ്പോൾ. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കാൻ ശ്രമിക്കുക രാജസ്ഥാൻ, അത്രേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും രാജസ്ഥാൻ്റെ അവസ്ഥ ഏകദേശം നമുക്ക് പ്രിഡിക്റ്റ് ആയി കഴിഞ്ഞു ഈ സീസണിൽ. അപ്പോൾ അതിൽ നിന്ന് ഇനിയിപ്പോൾ സഞ്ജുവിന് മടങ്ങി വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കുറച്ചുകൂടി നല്ലൊരു പോയിന്റ് നിലയിൽ ഈ സീസൺ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ. തുടക്കത്തിൽ പറഞ്ഞ പോലെ 150 ലൈക്കാണ്. ഇന്ന് ഒരു ഈസ്റ്റർ ദിനമല്ലേ, ഹാപ്പി ഈസ്റ്റർ. അതുകൊണ്ട് നമ്മളത് 150 ആക്കി സപ്പോർട്ട് ചെയ്തിട്ട് എത്തിക്കണം. പറഞ്ഞ പോലെ ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ വീഡിയോയ്ക്ക് കുറവുകളുണ്ടെന്ന് അറിയാം, അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക.